നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ദിനം 1201 കർക്കിടക മാസം 8-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 24-ാം തീയതി ശുക്രവാരം, വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ച. നിങ്ങൾക്കറിയാം, രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ഈ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ സൂര്യോദയം കാലത്ത് 6:16 അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ തിഥി നല്ല തിഥിയാണ്, വെളുത്തപക്ഷത്തിലെ ദശമി തിഥിയാണ്. കാലത്ത് 9:15 വരെ ദശമി തിഥി. 9:15 കഴിഞ്ഞാൽ വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥി. ഏകാദശിയിൽ ജനിച്ചവർക്ക് നന്നായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം, അപ്രകാരം തന്നെ തുളസിമാല, പാൽപ്പായസം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏകാദശി കറുത്തപക്ഷത്തിലായാലും വെളുത്തപക്ഷത്തിലായാലും ഏത് ഏകാദശി ജനിച്ചാലും ആ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകൾക്ക് വളരെ വിശേഷതകളുണ്ട്. വൈശിഷ്ട്യമാകുന്നു മേൽപ്പറഞ്ഞ ഈ ഒരു ഓഫേഴ്സ് കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുന്നത്. ഇന്നത്തെ ദിനം വെള്ളിയാഴ്ച ശുഭദിനമാണ്, ശുഭതിഥിയാണ്. അപ്രകാരം തന്നെ ഇന്നത്തെ നക്ഷത്രമോ അനിഴം നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്നു. സംസ്കൃതത്തിൽ അനുരാധ എന്നും തമിഴിൽ അനുഷം എന്നും പറയുന്ന അനിഴം നക്ഷത്രം അല്ലേ. വൃശ്ചികരാശിയിലെ സമ്പൂർണ്ണ നക്ഷത്രമാണ്. 60 നാഴികയുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴം. തൃക്കേട്ട നക്ഷത്രങ്ങൾ പെടുന്നു വൃശ്ചികം രാശി. അനിഴം നക്ഷത്രത്തിലാണ് ഒരു വ്യക്തിക്ക് വളരെയധികം ആത്മീയമായ ഉണർവ് ഉണ്ടാകുക. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം, നരേന്ദ്രമോദി, ഇവരൊക്കെ തന്നെ അനിഴം നക്ഷത്രത്തിലാണ്. ഗാർഹിക ജീവിതം പലപ്പോഴും ഈ നക്ഷത്രക്കാർക്ക് വിധിച്ചിട്ടില്ല. അതിന് കാരണം എന്താണ്? പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ആരാണ്? ശനിയാണ്. അതുകൊണ്ടാണ്. പക്ഷേ പലപ്പോഴും അനിഴം നക്ഷത്രം പുരുഷനി, രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീ ഭാര്യയായി വന്നാലൊക്കെ ഫാമിലി ലൈഫ് വളരെ നന്നായി കാണപ്പെടുന്നതാണ്. പ്രിയങ്ക ഗാന്ധി, രമേശ് ചെന്നിത്തല ഒക്കെ തന്നെ അനിഴം നക്ഷത്ര ജാതരാണ്. ഏതായാലും അനിഴം നക്ഷത്രത്തിന് ഇപ്പോൾ വ്യാഴം 9-ാം ഭാവത്തിലുണ്ട്. കണ്ടകശനിയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനാൽ ഈ ഒരു വർഷം വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴത്തിന് ചെറിയൊരു മൗഢ്യമുണ്ട്. എന്നാലും കാര്യങ്ങൾ വളരെ അനുകൂലമായി വരുന്നതാണ്. ഭയപ്പെടാനൊന്നുമില്ല. പിന്നെ ഇന്നത്തെ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഏത് മുഹൂർത്തം നല്ലതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉച്ചയ്ക്ക് 2 മുതൽ 3:15 വരെയുള്ള സമയമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മുതൽ 3:15 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്. ഓം ശം ശനീശ്വരായ നമഃ. ഇന്ന് ക്ഷേത്രത്തിൽ പോയി ശനീശ്വരന് നെയ്വിളക്ക് അല്ലെങ്കിൽ അവിടെ നീരാഞ്ജനം കത്തിക്കാൻ ഏറ്റവും നല്ല സമയം ഇന്ന് വെള്ളിയാഴ്ച 9:15 മുതൽ 10:15 വരെയുള്ള സമയമാണ്. 9:15 മുതൽ 10:15 വരെയുള്ള സമയം. ഹനുമാൻക്ഷേത്രത്തിൽ പോകാം, അതിൽ നിവേദ്യം ചെയ്യാം. നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ ഗത ഒപ്പിക്കാം. അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക. പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചിതമാകട്ടെ വൃശ്ചികൻ രാശിക്കാരെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.